സ്വാശ്രയ സമരത്തിന്റെ ഭാവി എന്താകും? ശ്രീ PC വിഷ്ണുനാഥ്, UDF സമരം ഏറ്റെടുത്ത് നടത്തുവാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. 5-ാം ദിവസമാണ് MLA-മാരുടെ നിരാഹാര സമരം. പക്ഷേ ഈ സമരം എവിടെ കൊണ്ട് അവസാനിപ്പിക്കും എന്ന് UDF-ന് എന്തെങ്കിലും ധാരണയുണ്ടോ? ഫീസ് കുറയ്ക്കാൻ പറ്റില്ല എന്ന കാര്യം ഇതിനകം തന്നെ പലതവണ സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. ഫീസ് കുറച്ചാൽ തന്നെ അത് നിയമപരമായി എങ്ങനെ നിലനിൽക്കും എന്ന കാര്യത്തിലും സംശയമുണ്ടല്ലോ. എങ്ങനെ ഈ സമരം തീർക്കാൻ കഴിയും? ഈ സമരത്തിന്റെ ഭാവി എന്താണ്? ഈ സമരം കൃത്യമായ ധാരണയോടുകൂടി വിജയിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടി തന്നെയാണ് KSU ആരംഭിച്ച് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്ത് കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി നടന്ന ഒരു സമരം ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി കേരളത്തിലെ രക്ഷകർത്താക്കളുടെ ആശങ്കകളെയും ആകുലതകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. MLA-മാരുടെ നിയമസഭയിലെ നിരാഹാര സമരം 5-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ സമരത്തിൻ്റെ വിജയം വന്നു കഴിഞ്ഞു. ഈ സമരം വിജയിച്ചു എന്നതിൻ്റെ സൂചനയാണ്, അല്ലെങ്കിൽ ഈ സമരത്തിൽ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു നിലപാടാണ് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ സമരത്തോട് മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ എടുത്ത നിലപാട്. പിന്നീട് സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഏത് സാഹചര്യത്തിലാണ് എന്ന് അദ്ദേഹത്തെ വിശദീകരിക്കട്ടെ, ഞാനതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം തിരുത്തിയെങ്കിൽ പോലും അദ്ദേഹം പോലും പറഞ്ഞ ഒരു നിലപാട് ഈ സമരത്തിൻ്റെ ന്യായത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇപ്പോൾ രക്ഷകർത്താക്കൾ തയ്യാറായി വരുന്നു, മാധ്യമങ്ങളെ സമീപിക്കുന്നു, ജെയിംസ് കമ്മിറ്റിയുടെ മുൻപാകെ പരാതി പ്രവാഹം. അവർക്ക് ധൈര്യം വന്നത് എപ്പോഴാണ്? UDF ഈ സമരവുമായി മുന്നോട്ട് വന്നപ്പോഴാണ് രക്ഷകർത്താക്കൾ മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി സർക്കാർ ചെയ്ത ഈ വലിയ വിദ്യാഭ്യാസ കൊള്ള, ഈ അഴിമതി, അത് പുറത്തു പറയാൻ തയ്യാറാകുന്നത്. ആ രൂപത്തിൽ ഈ സമരത്തിന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ട്. പൊതുസമൂഹത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ പോലും ഫീസ് കുറയ്ക്കുക എന്ന നിങ്ങളുടെ പ്രാഥമികമായ ആവശ്യം, അതായത് സർക്കാരുമായി കരാർ ഒപ്പിട്ട എല്ലാ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെയും മാനേജ്മെന്റ് സീറ്റുകളിലെ ഫീസ് കുറയ്ക്കണം എന്ന UDF-ന്റെ ആവശ്യം എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും? ഇതിനകം തന്നെ പ്രവേശന നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ഇക്കാര്യം സുപ്രീം കോടതിയെ വരെ അറിയിക്കുകയും ചെയ്തു. സുപ്രീം കോടതി ഈ കാര്യം അംഗീകരിച്ചുകൊണ്ടാണ് ഏകീകൃത പ്രവേശനം ഇനി നടക്കില്ല എന്ന് അറിയിച്ചതും. പിന്നെ എങ്ങനെ നിങ്ങളുടെ ആവശ്യം നടപ്പിലാക്കാൻ കഴിയും നിയമപരമായി? കേസിനെ കുറിച്ച് മഞ്ജുഷ് പരാമർശിച്ചതുകൊണ്ട് അതുകൂടെ പറഞ്ഞു പോകാം. ഇവിടെ ഗവൺമെൻറ് വന്നപ്പോഴെന്താ ജനങ്ങളോട് പറഞ്ഞത്? ഞങ്ങൾ മുഴുവൻ സീറ്റും ഏറ്റെടുക്കാൻ പോവുകയാണ്, ഇരട്ട ചങ്കുള്ള സർക്കാരാണ്, ആ സർക്കാർ ഫീസിൽ മെറിറ്റ് സീറ്റിൽ എല്ലാവരെയും പഠിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഹൈക്കോടതിയിൽ കേസ് തോറ്റുപോയി. ഇവർ പണ്ട് ആക്ഷേപിച്ചതുപോലെ തോക്കുന്ന കേസെല്ലാം തോറ്റുകൊടുത്തു എന്ന ആക്ഷേപമൊന്നും എനിക്കില്ല. ഞാൻ പറയുന്നതും ശരിയല്ല, അത് പരിശോധിക്കട്ടെ. പക്ഷേ ആ കോടതി വിധിക്കെതിരെ അപ്പീൽ ഇവർ പോയില്ല. ഇവർ പോകാഞ്ഞത് 30-ാം തീയതി പ്രവേശന നടപടികൾ തീർക്കണം, അതുകൊണ്ടാണ് എന്നാണ്. എന്നാൽ സുപ്രീം കോടതിയിൽ മാനേജ്മെൻറ്റ് പറഞ്ഞത് എന്താ? മാനേജ്മെൻറ്റ് പറഞ്ഞത് സർക്കാരുമായി ഞങ്ങൾക്ക് കരാറുണ്ട്, അതുകൊണ്ട് മഹാരാഷ്ട്രയുടെ കേസും ഞങ്ങളുടെ കേസും വ്യത്യസ്തമാണ്, ഇവിടെ കരാറുണ്ടെന്നാണ്. അവിടെ സർക്കാർ അഭിഭാഷകർ മാനേജ്മെൻറ്റ് ഉന്നയിച്ച ആവശ്യങ്ങൾക്കെതിരെ മൗനം പാലിച്ചു. അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ മാനേജ്മെൻറ്റിന് അനുകൂലമായൊരു വിധി ഉണ്ടാകുമ്പോൾ മന്ത്രി പറയുകയാണ് സർക്കാരിന് അനുകൂലമായ വിധിയാണ്, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വിധിയാണോ? വിദ്യാർത്ഥിക്ക് 25,000 രൂപയ്ക്ക് പഠിക്കാൻ അവസരം ഉണ്ടാകുമെങ്കിൽ അതല്ലേ അനുകൂല വിധി? അപ്പോൾ അതാണ് കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഗവൺമെൻറ് ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ, ഞാനത് പറയേണ്ട ആളല്ല, പ്രതിപക്ഷ നേതാവ് നാളെ നിയമസഭയിൽ പറയും, അല്ലെങ്കിൽ അത് മാധ്യമങ്ങളോട് പറയും. UDF-ന് ഇക്കാര്യത്തിൽ UDF നാളെ ചേരുന്നുണ്ട്, സർക്കാരിന് മുൻപാകെ വയ്ക്കാൻ നല്ല നിർദ്ദേശങ്ങളുണ്ട്. ഇനി ഒരു കാര്യം പറയട്ടെ, പരിഹാരവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് യാതൊരു ബാധ്യതയുമില്ലല്ലോ. അവിടെ പരിഹാരത്ത് മെറിറ്റ് സീറ്റിലാണല്ലോ 65,000-ന്റെ സ്ഥാനത്ത് 1 ലക്ഷം കൂട്ടിയത്. മാനേജ്മെന്റിലും NRAയേക്കാൾ കൂടുതൽ ഫീസ് പാവപ്പെട്ട മെറിറ്റ് സീറ്റിലെ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ സർക്കാർ എങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാൻ കഴിയും? അവർക്ക് ധാർമ്മികമായി അതിന് കഴിയുന്നില്ല. മാനേജ്മെന്റുമായി സംസാരിക്കാനുള്ള ധാർമ്മികമായ ഒരു മോറൽ റൈറ്റ് ഉണ്ടാകണമെങ്കിൽ
പരിയാരത്തെ ഫീസ് കുറയ്ക്കാനെങ്കിലും ഇവർ തയ്യാറാകുന്നുണ്ടോ? ശ്രീ പി സി വിശ്വനാഥ്, അങ്ങനെയെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് കുറച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പിന് UDF വരും എന്നാണോ? മറ്റു സ്വാശ്രയ മെഡിക്കൽ കോളേജിലെ ഫീസ് കുറയ്ക്കുന്നത് പ്രായോഗികമല്ല എന്ന് തിരിച്ചറിഞ്ഞ് പരിയാരം ഒരു പിടിവള്ളിയാക്കി പരിയാരത്ത് ഫീസ് കുറച്ചാൽ സമരത്തിൽ നിന്ന് പിന്മാറും, ഇതാണോ UDFന്റെ നിലപാട്? അങ്ങനെ ഒരു നിലപാടിലേക്കാണോ പോകുന്നത്? മുഖ്യമന്ത്രി പിടിവാശി ഉപേക്ഷിച്ച് കേരള സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ എന്ന വികാരത്തോടുകൂടി ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ ഒട്ടനവധി പ്രായോഗിക നിർദ്ദേശങ്ങൾ ഞങ്ങൾക്കുണ്ട്. നാളെ അത് UDF കോൺക്രീറ്റായി ആലോചിച്ച് പറയാനിരിക്കുന്നത് കൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. ചർച്ചയ്ക്ക് വിളിക്കട്ടെ, UDF പറയും അവിടെ. ശ്രീ TB രാജേഷ്, എന്തുകൊണ്ടാണ് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ സർക്കാർ മുന്നോട്ട് പോകുന്നത്? സർവകക്ഷി യോഗം നടത്തി അതിൽ ചർച്ച ചെയ്ത് ഫീസ് കുറയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തി UDFന്റെ സമരം തീർക്കാൻ തയ്യാറാകുന്നില്ല? നിരാഹാരം കിടക്കുന്നവർ അവസാനം മടുക്കുമ്പോൾ എഴുന്നേറ്റ് പോകട്ടെ, ഈ നിലപാടാണോ സർക്കാരിന് ഇപ്പോഴുമുള്ളത്? ഇവിടെ ഒന്ന്, UDFന്റെ ഈ സമരം കേരളത്തിലെ വിദ്യാർത്ഥികൾക്കോ രക്ഷകർത്താക്കൾക്കോ പൊതുസമൂഹത്തിനോ ആവശ്യമില്ലാത്തൊരു സമരമാണ്. കാരണം സ്വാശ്രയ വിഷയത്തിൽ UDF ഒരിക്കലും ആത്മാർത്ഥത കാണിച്ചിട്ടില്ല. ഇവിടെ ഫീസിൻ്റെ വർധനവിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ വർഷം 11 മെഡിക്കൽ കോളേജുകൾ ഇൻ്റർ ചർച്ച് കൗൺസിലിൻ്റെ മെഡിക്കൽ കോളേജിന് വേണ്ടി ബഹുമാനായ അന്നത്തെ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് ഒരു കരാർ ഒപ്പിട്ടു. അവിടെ ഫീസ് 4.4 2 6 മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജുകളുടെ ഫീസ് 5.5 ലക്ഷം മെറിറ്റ് ഫീസ്. കാരക്കോണം മെഡിക്കൽ കോളേജും അവരോടൊപ്പം ചേർന്നു, അവിടെയും ഫീസ് അത്ര തന്നെ. 11 മെഡിക്കൽ കോളേജിൽ ഇതായിരുന്നു അവസ്ഥ. കഴിഞ്ഞ സർക്കാർ ഇവിടെ ഇത്തരത്തിൽ മാനേജ്മെൻറ്റുകളിൽ ഒരു കരാർ ഉണ്ടാക്കാൻ ശക്തമായ ഇടപെടൽ നടത്താൻ പോലും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഫീസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമാണ്. പക്ഷേ ഫീസിന്റെ കാര്യത്തിൽ ഈ മാനേജ്മെന്റ് സീറ്റുകളിലെ ഫീസ് എത്ര കണ്ട് കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകുമോ അത്ര കണ്ട് സർക്കാരുമായി കരാർ ഒപ്പിടാൻ സ്വാശ്രയ മാനേജ്മെന്റുകൾ തയ്യാറാകുമായിരുന്നു. കാരണം 8.5 ലക്ഷത്തിൽ കൂടുതൽ ഫീസ് വാങ്ങാൻ അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ UDF സർക്കാർ നിലപാടെടുത്തത് കൊണ്ടാണ് 7 സ്വാശ്രയ മാനേജ്മെന്റുകൾ പിന്മാറിയത്. അതല്ല എങ്കിൽ ഡോക്ടർ ഫസൽ ഗഫൂർ പറയട്ടെ, ഇത്തവണ പക്ഷേ 11 ലക്ഷം രൂപ വരെ കൂട്ടിക്കൊടുക്കാനും NRI സീറ്റിൽ 15 ലക്ഷം രൂപ വരെ മേടിക്കുവാനുമുള്ള അനുമതി നൽകിയത് കൊണ്ടാണ് 19 സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകളും, അതിൽ 4 പോട്ടെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകളാണ്, അവരുമായിട്ട് മറ്റൊരു കരാറാണ്, കഴിഞ്ഞ വർഷത്തെ കരാർ തന്നെയാണ്. 15 സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ സമ്മതിച്ചത് അതുകൊണ്ട് മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, UDFന് ഇത്രയേറെ ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം എന്തുകൊണ്ടാണ് ഇൻ്റർ ചർച്ച് കൗൺസിൽ മാത്രമായിട്ട് അവരുടെ കോളേജ് മാത്രമായിട്ട് ദീർഘകാല കരാർ ഒപ്പിട്ടത്? അതുകൊണ്ടാണ് 7 കോളേജുകൾ പിന്മാറിയത്. പക്ഷേ പരാതി ഉണ്ടല്ലോ, അവിടെ 4.40 വാങ്ങിക്കും. 4,40,000 അവിടെ 25,000 ആണോ? അവിടെ 25,000 ആണോ വാങ്ങിക്കും? 20% 25,000 ആണോ? അവിടെ 2 ലക്ഷം. ഞാൻ ചോദിക്കട്ടെ, അല്ല, പരാതി ഉണ്ടല്ലോ. ഇവിടെ വിഷയം എന്താണ്? എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം നേരത്തെ കരാറിൽ ഒപ്പുവെച്ച സർക്കാരിന് സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറായ 7 കോളേജുകൾ കരാറിൽ നിന്നും പിന്മാറി കോടതിയിൽ പോയി, എന്നിട്ട് ഏകീകൃത ഫീസിന് വേണ്ടി വാദിച്ച് കോടതി അവർക്ക് അനുവാദം കൊടുത്തു. അതിന് സാഹചര്യം ഒരുക്കിയത് UDF ആണ്. കാരണം ഇൻ്റർ ചർച്ച് കൗൺസിലിന് വേണ്ടി ഉമ്മൻചാണ്ടി നിലകൊണ്ടു. അതാണ് വിഷയം, അതാണ് സ്വാശ്രയ വിഷയം ഇത്രമേൽ സങ്കീർണമാകാൻ ഇടയാക്കിയത്. രണ്ടാമത്തെ പോയിന്റ്, 3 കോളേജുകൾ ഇത്തവണയുണ്ട്. KMCT ഉണ്ട്, കരുണയുണ്ട്, പാലക്കാട് കരുണയുണ്ട്, കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇപ്പൊ 2 കോളേജുകൾ, ആ 2 കോളേജിൽ കരുണ കോളേജ് കോടതിയിൽ പോയി. കോടതി ഇപ്പോൾ അവർക്ക് 10 ലക്ഷം ഫീസ് നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ്. എനിക്ക് വിശ്വനാഥനോട് UDFനോട് പറയാനുള്ള ഒരു കാര്യമാണ്, ഇതിനപ്പുറം സർക്കാർ എന്താണ് ചെയ്യുക? ഇപ്പോൾ പറയുന്നു നീറ്റ് വന്നു, സർക്കാരിന് അനുകൂല സാഹചര്യമാണ്. നീറ്റ് വന്നതുകൊണ്ട് മാത്രം, പ്രവേശന പരീക്ഷയിൽ നിന്ന് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഫീസിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. കേസിന് പോയ മധ്യപ്രദേശിൽ മെറിറ്റ് സീറ്റ് 11 ലക്ഷമാണ്, മഹാരാഷ്ട്രയിൽ 9 ലക്ഷമാണ്. എന്താ പ്രശ്നം? ഇടതുപക്ഷ സർക്കാർ വന്നിട്ടേ ഉള്ളൂ. 2006 സർക്കാർ വന്നപ്പോൾ ഞങ്ങൾ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം ഒന്ന് പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ, ഫീസിൻ്റെ കാര്യത്തിൽ, അതുപോലെ തലവരി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി ഉറപ്പാക്കൽ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സമഗ്രമായ നിയമം കൊണ്ടുവന്നു. പക്ഷേ ആ നിയമം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്, TMI കേസിൻ്റെ വിധി. തുടർന്നുണ്ടായ എല്ലാ വിധികളും ആ വിധി ഇതുവരെ യഥാർത്ഥത്തിൽ മാനേജ്മെന്റുകളെ പിടിക്കാൻ കിട്ടിയ ഒരു ആരോപണമാണ്. അത് പറയട്ടെ, പറഞ്ഞെന്താണ്, ഏകീകൃത പ്രവേശനം നടത്തുവാൻ സാധിക്കുമായിരുന്നു. നീറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ മെറിറ്റ് ആണ്. കാരണം നീറ്റ് കൊണ്ടുവന്നത് തന്നെ മാനേജ്മെന്റുകളുടെ
ക്രൂരതയെ അല്ലെങ്കിൽ അവർ ഈ തലവരിപ്പണം ഉൾപ്പെടെയുള്ളവ വാങ്ങിക്കുന്നത് തടയുന്നതിന് വേണ്ടിയാണ്. ആ നീറ്റ് കൊണ്ടുവന്നപ്പോൾ അവിടെ ഏകീകൃത കൗൺസിലിംഗും ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ സർക്കാർ സുപ്രീം കോടതി വരെ പോയില്ല. അതുകൊണ്ട് ഏകീകൃത കൗൺസിലിംഗിനുള്ള അനുവാദവും കിട്ടിയില്ല. അതിന് മുൻപ് തന്നെ പ്രവേശനം കഴിഞ്ഞു. ശ്രീ മഞ്ജീഷ്, ഞാൻ ചോദിക്കട്ടെ, ശ്രീ വിശ്വനാഥന് അതിന് മറുപടി പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. സർക്കാരിന് ഇതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ സർക്കാർ ഈ പറയുന്ന ഫീസ് സ്ട്രക്ചർ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചു. എന്താ നിലവിലുള്ള സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി? ഇപ്പം നിലനിൽക്കുന്ന വിധി എന്താണ്? ഫീസിൻ്റെ കാര്യത്തിൽ ഡിഫറൻഷ്യലായ സ്ട്രക്ചർ പാടില്ല, ഡിസ്പാരിറ്റി പാടില്ല. ഇതാ സുപ്രീം കോടതി വിധി. ഇവിടെ നീറ്റിൽ നിന്ന് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചാൽ ഞാൻ ചോദിക്കുന്നു, 10 ലക്ഷമാണ് കരുണ കോളേജിൽ കോടതി നിശ്ചയിച്ചു കൊടുത്തത്. മധ്യപ്രദേശിൽ 11 ലക്ഷമാണ്. അപ്പോൾ ഉയർന്ന മെറിറ്റുള്ള ഒരു വിദ്യാർത്ഥി നീറ്റ് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കാണ്, ആ കോളേജിൽ പോകുന്നു. പക്ഷേ 11 ലക്ഷം കൊടുക്കാൻ, വാർഷിക ഫീസ് കൊടുക്കാൻ ഗതിയില്ല. ആ കുട്ടിയുടെ മുന്നിൽ യഥാർത്ഥത്തിൽ അവസരം നിഷേധിക്കപ്പെടും. ഇതാണ് വിഷയം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയണമെങ്കിൽ നിലവിലുള്ള സുപ്രീം കോടതി വിധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ സമഗ്രമായ നിയമം കൊണ്ടുവരണം. ശ്രീ വിശ്വനാഥിൻ്റെ പാർട്ടി കേരളവും കേന്ദ്രവും ഭരിച്ചിരുന്നു. 2011 മുതൽ 3 വർഷക്കാലം 14 വരെ കേന്ദ്രവും സംസ്ഥാനവും ഒരു കക്ഷിയാണ് ഭരിച്ചത്. ശ്രീമാൻ AK ആന്റണി പറഞ്ഞു യഥാർത്ഥത്തിൽ സ്വാശ്രയ മേഖലയെ വഞ്ചിച്ചു എന്ന്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനാണ് സുവർണാവസരം ഉണ്ടായിരുന്നത്. ആ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല? അങ്ങനെ തയ്യാറെന്ന് ഈ പ്രശ്നം നമുക്ക് പരിഹാരം കാണാൻ കഴിയും. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സർക്കാർ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധിയാണ് സർക്കാർ പരിഹാരത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. പരിഹാരത്ത് ഈ നിശ്ചയിച്ച പോലെ പരിഹാരത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീ വിശ്വനാഥ്, ഞാനൊക്കെ SFIയുടെയും വിശ്വനാഥ് KSയുടെ ഒക്കെ ഭാരവാഹിയായിരുന്നപ്പോൾ വിശ്വനാഥ് മറന്നു എന്ന് എനിക്കറിയില്ല. 2005 ഞങ്ങൾ സമരം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പെരിയാരം മെഡിക്കൽ കോളേജിൽ ഉയർന്ന ഫീസായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കി, പെരിയാരത്ത് മാത്രമേ IHRDയുടെ, KEPന്റെ, അതുപോലെ തന്നെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെൻ്റർ കോളേജിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല മാനേജ്മെൻറ്റ് കോളേജിൽ നിന്ന്. അതിനെതിരായിട്ട് ഞങ്ങൾ സമരം ചെയ്യേണ്ടി വന്നു. പിന്നെ പരിഹാരത്തിൻ്റെ കാര്യം പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, 2005 SFI നടത്തിയ ഐതിഹാസിക സമരം, അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ അന്ന് മാനേജ്മെന്റ് സീറ്റിലും മെറിറ്റ് സീറ്റിലും 1.13 ലക്ഷം രൂപയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പക്ഷേ SFI നടത്തിയ സമരത്തെ തുടർന്ന് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവുകയും KEPന്റെ കോളേജുകളിൽ പരിയാരത്തും കൊച്ചിയിലെ സാധാരണ മെഡിക്കൽ കോളേജുകളിലും ഫീസ് സർക്കാർ ഫീസാക്കി കുറച്ചിരുന്നു, 9,000 രൂപയാക്കി. പക്ഷേ ഇവിടെ പരിഹാരത്തിന്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല എന്നാണ്. ഇത്തവണ ഒരു രക്ഷയുമില്ല എന്നാണ് മുഖ്യമന്ത്രി പറയട്ടെ. തുടർന്ന് വന്ന ഇടതുപക്ഷ സർക്കാർ ആ കോളേജ് ഏറ്റെടുത്തിരുന്നു. ഒരിക്കൽ നിങ്ങൾക്കറിയാം, 5 വർഷം സർക്കാർ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തു. 2005 ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറായിരുന്നു. 2005 ഏറ്റെടുത്തില്ല. ഞാൻ വിശ്വാസം പരിഹാരത്തിന്റെ കാര്യത്തിൽ തെല്ലെങ്കിലും ആത്മാർത്ഥത നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, ബഹുമാനായ മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടിയിൽ വന്നിട്ട് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി കണ്ണൂരിൽ വെച്ച് പറഞ്ഞ എന്താണെന്നറിയോ? പെരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുമെന്നാണ്. 5 വർഷവും ഏറ്റെടുക്കും എന്ന് ആവർത്തിച്ച് പറഞ്ഞതല്ലാതെ ആത്മാർത്ഥതയുടെ കണികയുണ്ടായിരുന്നു. ഏതായാലും ഈ കാര്യത്തിൽ പരിഹാരത്തിന്റെ കാര്യത്തിൽ ഏറെ തർക്കിക്കേണ്ടി വരില്ല. 2005 മാനേജ്മെന്റ് സീറ്റിലും മെറിറ്റ് സീറ്റിലും ഒരേ ഫീസ് ആയിരുന്നു പരിയാരത്തും കൊച്ചി. അതെന്തുകൊണ്ട് കുറച്ചു? SFIയുടെ സമരത്തിലൂടെയാണ് കുറച്ചത്. SFIയുടെ